ഞാനിന്ന് ചെയ്യുന്നത് നല്ലൊരു വളപ്രയോഗമാണ്. നമ്മൾ ചെടിയെല്ലാം നന്നായി പച്ച നിറത്തിലാവാനും ഉണങ്ങിപ്പോകാൻ പോകുന്ന ചെടിയെല്ലാം പിന്നെ പൂക്കളുണ്ടാകുന്ന ചെടിയാണെങ്കിൽ നന്നായി പൂക്കൾ കായ്ക്കളെല്ലാം ഉണ്ടാകാനും സഹായിക്കുന്ന ഒരു വളപ്രയോഗമാണ്. എൻ്റെ ചെടി ഫസ്റ്റ് ഇതുപോലെ ഉണ്ടായിനി. ഞാൻ യൂട്യൂബിലൊക്കെ എന്ത് വളപ്രയോഗം ചെയ്തിട്ടും ഒരു ഫലവും കാണാത്തതുകൊണ്ട് ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയ ഒരു വളപ്രയോഗമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണോ? കണ്ടോ, ഇത് ഞാൻ ചായയിലെല്ലാം ഇടാൻ യൂസ് ചെയ്യുന്ന നമ്മളെ പുതിനയിലയും പിന്നെ മറ്റൊരു ഹബക്ക് എന്ന് പറഞ്ഞ ഒരു ഹെർബും കൂടിയാണ്. ഇതിൻ്റെ അകത്ത് മുളകിൻ്റെ തെയ്യെല്ലാം ഉണ്ട്. ഇപ്പം നിങ്ങൾ എൻ്റെ ഫസ്റ്റ് കണ്ടിട്ടില്ലേ, അത് ഞാൻ ഈ വളപ്രയോഗം ചെയ്തതിന് ശേഷം 2 ആഴ്ച 1 മാസത്തിനുള്ളിൽ ഇങ്ങനെ ആകാൻ തുടങ്ങിയത്. ഞാനിവിടെ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളെ ചെടി എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഉലുവയും പിന്നെ ഫ്ലക്സീഡാണ് അതേ അളവിൽ. ഫ്ലക്സീഡ് കൂട്ടിയും കുറച്ചെല്ലാം ആക്കാം കേട്ടോ. എനിക്ക് ഇത്രയും ചെടിയിലുണ്ട് 2 ടേബിൾ സ്പൂൺ എടുത്തിന്. പിന്നെ വേണ്ടത് ഫ്ലക്സീഡാണ്, ചവണ വിത്ത് എന്നാ മറ്റു പറയും കേട്ടോ, അതിൻ്റെ ശരിക്കും പേര് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഫ്ലക്സീഡ് ഇതുപോലെ തന്നെ അതേ അളവിലെടുത്തിട്ട് നമുക്കൊരു ബോക്സിലിട്ട് വെള്ളമൊഴിച്ച് അടച്ചു വെക്കാം. ഇത് 2-3 ദിവസം കൊണ്ട് നന്നായി പുളിച്ച് വരും. പിന്നെ വേണ്ടത് നമുക്ക് ചപ്പി ഇലകളാണ്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും വീട്ടിലുള്ള ഇലകൾ, ഞാനിത് സലാഡാക്കാൻ വേണ്ടി വാങ്ങിയത്, എൻ്റെ മേൽഭാഗം യൂസ് ചെയ്യലില്ല, അപ്പോൾ അതെല്ലാം എടുക്കുന്നു. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിയിട്ട് മല്ലിയില പുതിന ഇലയിലും ചെറുതായിട്ട് ഉണങ്ങിപ്പോവുകയോ വാടിപ്പോവുകയോ മറ്റു ചെയ്യുമ്പോൾ അതെല്ലാം യൂസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചപ്പിലകൾ നാട്ടിലെല്ലാം ഇഷ്ടം പോലെ കിട്ടുമല്ലോ. ഇതെല്ലാം ഒരു മിക്സിയിലിട്ടിട്ട് വെള്ളമൊഴിച്ച് അടിച്ചെടുക്കുക. ഇത് വെള്ളമൊഴിച്ച് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ പുതിനയിലുണ്ട് ഇടുക, അതും കൂടെ അടിക്കുന്നുണ്ട്. മിക്സിയിലിട്ട് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അടച്ചു വെക്കാം നന്നായിട്ട്. ഫ്ലക്സീഡും ഉലുവയും ഒരു പാത്രത്തിൽ, ഈ അരച്ച ഈ മിശ്രിതം മറ്റൊരു പാത്രത്തിലാക്കിയിട്ട് നന്നായി അടച്ചു വെച്ചതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞാൽ പുളിപ്പിക്കണം. ഇത് പുളിപ്പിച്ചതിന് ശേഷം ഒന്നിച്ച് മിക്സ് ചെയ്യാം. അതുപോലെ പുളിച്ചിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത സാധനമൊന്നിത്. 1 ആഴ്ച കൊണ്ട് ഇതുപോലെ പുളിച്ച് റെഡിയായി വരും. ഉലുവയും ആ ഫ്ലക്സീഡും നല്ല പുളിച്ചിട്ടാകുമ്പോൾ നന്നായി കട്ടിയായി വരും. ഇത് നമുക്കൊരു 250 ml എടുക്കാം. 250 ml ഒരു കപ്പിൽ ഇതെടുത്തതിന് ശേഷം നമുക്ക് 2 ലിറ്റർ വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്യാം. ഞാൻ ഫസ്റ്റേ പറഞ്ഞ പോലെ തന്നെ നമ്മളടുത്ത് എത്ര ചെടിയായുള്ള അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ച് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 250 ml 2 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. അങ്ങനെ നേരിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല, നമ്മൾ ചെടി നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കരിഞ്ഞു പോകും കേട്ടോ. അത് ശ്രദ്ധിക്കണം, മറന്നു പോകാൻ പാടില്ല. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ ചെടിക്ക് ആയാലൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ വെള്ളമൊഴിച്ച് നേർപ്പിക്കുന്നതുകൊണ്ട് ചെടിക്ക് തന്നെ അങ്ങനെ നേരിട്ട് ഒഴിച്ചു കൊടുക്കുക. ചെടിൻ്റെ മുരടിലും ആണെങ്കിൽ സ്പ്രേ ചെയ്യുക. അതുപോലെ ചെയ്തതിന് ശേഷം ഉണ്ടായ എൻ്റെ ചെടിയാണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്യണം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.